നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതിയ കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ആശങ്കകൾക്കിടയിൽ സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ആരോഗ്യ മുൻകരുതൽ നടപടികൾ ലംഘിക്കുന്നവർക്കെതിരായ കർശന ശിക്ഷകളാണ് മൂന്ന് രാജ്യങ്ങളും ശക്തമാക്കിയിരിക്കുന്നത്. ഒത്തുചേരലുകൾ, വിനോദ പരിപാടികൾ, റെസ്റ്റോറന്റ് സേവനങ്ങൾ എന്നിവയിൽ 10 ദിവസം മുമ്പ് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ സൗദി അറേബ്യ 20 ദിവസത്തേക്കുള്ള നിയന്ത്രണങ്ങൾ കൂടി നീട്ടിക്കൊണ്ട് കോവിഡിനെതിരായ പോരാട്ടം ഈ ആഴ്ച മുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. നിയന്ത്രണങ്ങളിൽ യാതൊരുവിധ ഇളവുമില്ല. സിനിമാശാലകൾ അടച്ചിട്ടിരിക്കുകയാണ്. വിനോദ കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, ജിമ്മുകൾ, കായിക സൗകര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ അടഞ്ഞു. 20 ദിവസത്തേക്ക് കൂടി നീട്ടിയ സൗദിയിലെ നിയന്ത്രണങ്ങൾ ഇപ്രകാരമാണ്. സാമൂഹിക പരിപാടികളിലെ പരമാവധി ഒത്തുചേരലുകൾ 20 വ്യക്തികളിൽ കൂടരുത്. എല്ലാ വിനോദ പ്രവർത്തനങ്ങളും പരിപാടികളും താൽക്കാലികമായി നിർത്തിവെക്കുക. സിനിമാശാലകൾ, വിനോദ കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, ജിമ്മുകൾ, കായിക കേന്ദ്രങ്ങൾ എന്നിവ അടയ്ക്കുക. റെസ്റ്റോറന്റിൽ ഇരുന്നുള്ള ഭക്ഷണ സംവിധാനം താൽക്കാലികമായി നിർത്തുക. സാമൂഹിക ഒത്തുചേരലുകളിൽ പരമാവധി ആളുകൾ 20-ൽ കവിയരുത്. രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തി മൊത്തത്തിലുള്ള നിയന്ത്രണ കാലയളവ് 30 ദിവസമായി വർദ്ധിപ്പിക്കും. കോവിഡ് വ്യാപനം പരിമിതപ്പെടുത്താനായി ഈ മാസാദ്യം സൗദി അറേബ്യ 20 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ നയതന്ത്രജ്ഞർ, സൗദി പൗരന്മാർ, ആരോഗ്യ പ്രവർത്തകർ, ഇവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരെ വിലക്കിൽ നിന്നും ഒഴിവാക്കി. പള്ളികളിലെ പ്രഭാഷണങ്ങൾ സൗദി അധികൃതർ താൽക്കാലികമായി നിർത്തിവെച്ചു. അതേസമയം കുവൈറ്റ് പൗരന്മാർ അല്ലാത്തവർക്ക് രാജ്യത്തേക്കുള്ള താൽക്കാലിക പ്രവേശന വിലക്ക് പുറപ്പെടുവിച്ചതിന് പിന്നാലെ രാജ്യത്തെത്തുന്ന എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി 21 മുതലാണ് ഇത് ആരംഭിക്കുന്നത്. സ്വന്തം ചിലവിൽ പൗരന്മാരും വിദേശികൾ ഉൾപ്പെടെയുള്ള എല്ലാ യാത്രക്കാർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാവരും വരവിന് മുമ്പായി തന്നെ കുവൈറ്റ് മുസാഫിർ ആപ്പ് വഴി ഹോട്ടൽ താമസം ബുക്ക് ചെയ്തിരിക്കണം. കുവൈറ്റിലെ ഏറ്റവും പുതിയ പ്രതിരോധ നടപടികൾ ഇപ്രകാരമാണ്. സ്വന്തം ചിലവിൽ കുവൈറ്റിലെത്തുന്ന എല്ലാവരും 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനിൽ ഇരിക്കണം. 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനു ശേഷം 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാണ്. വെള്ളിയാഴ്ചത്തെ പ്രഭാഷണവും പ്രാർത്ഥനയും പരമാവധി 15 മിനിറ്റ് വരെ കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഒമാനിലെ കരാതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 7-നാണ് ഒമാൻ അതിർത്തികൾ വീണ്ടും അടച്ചത്. വിദേശത്തുള്ള നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുമായ ഒമാൻ പൗരന്മാർ ഒരാഴ്ചത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വിധേയമാകേണ്ടതാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കരാതിർത്തികൾ അടയ്ക്കുന്നത് നീട്ടിയിരിക്കുകയാണ്. ഫെബ്രുവരി 15 മുതൽ രാജ്യത്തെത്തുന്നവർ സ്വന്തം ചിലവിൽ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈന് വിധേയമാകണം. പൊതുപാർക്കുകളും ബീച്ചുകളും അടച്ചുപൂട്ടുന്നതിനാൽ റെസ്റ്റോറന്റുകളും കോഫി ഷോപ്പുകളും അവയുടെ ശേഷിയുടെ 50% പ്രവർത്തിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.